അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്. ഇത് ഡയറി ഫ്രീ ആണ്, അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇതിൻ്റെ അകത്ത് മൈദയൊന്നും ഇട്ടിട്ടില്ല. ഇത് 100% നാച്ചുറലാണ്. നിങ്ങൾ ഹെൽത്തി റെസിപ്പീസ് അതുപോലെ ഡെസേർട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതിനകത്ത് വെരി ലെസ് ഷുഗർ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ റെസിപ്പികളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നൊരു അടിപൊളി ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഓൺലി 2 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ പൊടികളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും ഉപയോഗിക്കാം, അതായത് ഈ പാലൊക്കെ അലർജി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഇത് കോക്കനട്ട് മിൽക്കും പൈനാപ്പിളും വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? ലെസ് ഷുഗറാണ്, അതുപോലെ കാലറി കുറവാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം പിന്നെ ആദ്യം തന്നെ ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനാകെ 2 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമാണ് എടുക്കുന്നുള്ളൂ, വേറെ ഒരു ഷുഗറും ഇല്ലാത്ത ആഡ് ചെയ്യുന്നില്ല. ഈ ഒന്ന് കാരമലൈസ് ചെയ്യാനുള്ള ഷുഗർ എടുക്കണം. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് കാരമൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കണം ആദ്യമേ തന്നെ. അത് അവിടെ ഇരുന്ന് ഉറച്ച് സെറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിളിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങാം. ഇതിപ്പോൾ ഇതിങ്ങനെ ഇളക്കി നമുക്കതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയി നല്ല ബ്രൗൺ കളറായി കഴിയുമ്പം അത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇട്ട് ചുറ്റിച്ച് വെക്കാം. ഒത്തിരി ഡാർക്ക് കളർ വരരുത്. പൈനാപ്പിൾ നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അത് വൈറ്റമിൻ സി റിച്ച് ആണ്, അതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. നമ്മുടെ ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൈനാപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഫ്രൂട്ടാണ്. 100% നാച്ചുറലായിട്ടാണ്, നമ്മൾ ഷുഗറൊന്നും അധികം ഇടാതെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡെസേർട്ടായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ കാരമലൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അതവിടെ ഇരുന്ന് തണുത്ത് സെറ്റായിരിക്കുമ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഇത്രയും ഷുഗർ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എടുക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നോ കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ അകത്ത്, തേങ്ങാപ്പാൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ കുറച്ച് പൈനാപ്പിൾ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടുന്നതിന് വേണ്ടി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പൈനാപ്പിൾ ഞാൻ എൻ്റെ ഈ ബൗളിലേക്ക് ഇടുവാണ്. മിക്സിയുടെ ബൗളിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. നല്ല രീതിയിൽ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പൈനാപ്പിൾ പ്യൂരി ഞാൻ ഈ പാത്രത്തിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കുറുക്കി വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഒരു പൊടി ഇടേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ കുറുകി നല്ല ജാം പോലെ വരും. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അപ്പം അതിന് നല്ല സ്വീറ്റാണ്. അപ്പം നമ്മുടെ പുഡിങ്ങിന് വേറെ ഷുഗറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല രീതിയിൽ ഇത് ഇളക്കി അങ്ങ് പറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ്ങിന് ആവശ്യത്തിനുള്ള ഷുഗറായി. അപ്പോൾ ഇതിലും ഒത്തിരി ഷുഗർ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇടാം. ഞാനിവിടെ നോ ഷുഗറായിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ജാം പോലെ വന്നേക്കുന്നത്. അതൊരു കുറച്ച് നേരം അങ്ങ് പറ്റി കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യുക. നല്ല തിക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മുട്ടയെല്ലാം ബീറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഞാൻ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുവാണ്. ഇതൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിൽ ആ പൈനാപ്പിളിൻ്റെ ഷുഗറാണ് ഉള്ളത്. പിന്നെ നമ്മൾ ആ കാരമലൈസ് ചെയ്താനായിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ.
ഇത് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് പൈനാപ്പിൾ തണുത്തത് എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അത് ഞാൻ മിക്സിയിൽ ആണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ തണുത്തിരിക്കുകയാണ്. അത് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ആപ്പിൾ ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒത്തിരി നേരം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. 1-2 പൾസ് ചെയ്താൽ മതി. അപ്പോൾ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്. ഇതാണ് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രം. ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ മിക്സ് പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചു. ഇനി സ്റ്റീം ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് കവർ ചെയ്തിട്ട് വേണം. അപ്പോൾ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ആണിത്. ഇത് ഞാൻ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് മൂടിയിട്ട് മൂടുകയാണ്. പിന്നെ ഇത് സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ചൂടായിട്ടുണ്ട്. ഇത് വെച്ച് കൊടുക്കുവാണ്. ഒന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇതിലേക്ക്. ഇനി ഒരു 40 മിനിറ്റ്സ്. അത് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തെടുക്കാം, ഒന്ന് തണുത്തതിന് ശേഷം. ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഒന്ന് തുറക്കട്ടെ. നമ്മുടെ പുഡിങ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ നോ ഷുഗർ പുഡിങ്. ഇനി ഇത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കട്ടെ. പുഡിങ് ഫ്രിഡ്ജിൽ തണുത്തിരിക്കുകയാണ്. അത് ഞാനൊന്ന് പുറത്തെടുത്തൊന്ന് ഡീമോൾഡ് ചെയ്യുവാണ്. നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. അപ്പം ഞാനിതൊന്ന് തുറത്ത് ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ പൈനാപ്പിൾ പുഡിങ് only 2 ടേബിൾ സ്പൂൺ ഷുഗർ റെഡി ആയിട്ടുണ്ട്. മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ മിക്കവാറും ഇടുന്നത്, ഷുഗറൊക്കെ കുറവുള്ളത്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും ഇഷ്ടപ്പെടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അപ്പം എല്ലാവരും ഇങ്ങനെ നല്ല റെസിപ്പികൾ ലെസ് ഷുഗർ ഉള്ളതൊക്കെ ട്രൈ ചെയ്ത് പരീക്ഷിക്കുക. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻ്റൊക്കെ ഇടണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.